എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ പറ്റുന്ന കണ്ടിരിക്കാവുന്ന. കാരണം ഇപ്പൊ നമ്മൾ കാണുന്ന പല സിനിമകളിലും ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഉറക്കുന്നു, ഇത് രക്ഷയില്ല, നമുക്ക് രസമായില്ല, അത്രേ ഉള്ളൂ. എൻജോയ്മെന്റ് എന്ത് വേണം, നമ്മൾ സിനിമ കാണുമ്പോൾ ഇപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യണ എന്തോ അത് സാഹസത്തിലാണ്. എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് അത് ശരിക്ക് നമുക്ക് 2.5 മണിക്കൂർ. എങ്ങനെയുണ്ട് അഭിനയമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ കാണാൻ നമുക്ക് ഇതിൽ. നമ്മൾ എന്റർടൈൻമെന്റ് പ്രതീക്ഷിക്കുമ്പോൾ അതിനെല്ലാം ഡൈവേർട്ട് ചെയ്ത് എങ്ങനെയോ നല്ലൊരു സിനിമ. നല്ല എൻഗേജിങ് ആയിരുന്നു, നല്ല പടം. എങ്ങനെയുണ്ട് 2.5 മണിക്കൂർ? സൂപ്പർ എക്സൈറ്റിംഗ് ആയിരുന്നു, കൊള്ളായിരുന്നു, ത്രൂഔട്ട് കൊള്ളായിരുന്നു. ഒരു യൂത്തിന്റെ പടം തന്നെയാണ്. തീർച്ചയായും ഇങ്ങനെ ഫാമിലി ഓഡിയൻസിന് വന്നാൽ ഇഷ്ടപ്പെടുന്നു. തീർച്ചയായും വേറെ സെലക്ട് ചെയ്യാനായിട്ട് ഒന്നുമില്ല, നല്ല പടം. എങ്ങനെയുണ്ടായിരുന്നു സാഹസം? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് അഭിനയങ്ങളൊക്കെ? കോമഡി കോമഡിയായിരുന്നു. എങ്ങനെയുണ്ട് എല്ലാവരും അഭിനയമൊക്കെ? അഭിനയൊക്കെ കുഴപ്പമില്ല. പടം എങ്ങനെയുണ്ട് മൊത്തത്തിൽ? സത്യം ഒരു ഇപ്പോഴത്തെ തലമുറയുള്ള യൂത്തിന്റെ ഒരു വൈബ് തന്നെയാണ്. കുറേയുടെ ഒന്നും എല്ലാം നല്ല ബാബുവിനൊക്കെ നല്ല അഭിനയം ഉണ്ടാവുന്നുണ്ട്. എൻജോയ് ചെയ്തോ? എൻജോയ് കൊള്ളാം. എങ്ങനെയുണ്ട് യൂത്തിന്റെ ഒരു പൾസ് അല്ലേ? എങ്ങനെയുണ്ട് പടം? ഒരു വൺ ടൈം മാച്ച് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൊള്ളാം, എനർജി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയത് കൊള്ളാം. നല്ലത്. എങ്ങനെയുണ്ട് കോമഡി ഒക്കെ? സൂപ്പർ. പടത്തിൽ എടുത്തു പറയാതൊക്കെ എല്ലാം കൊള്ളാം. ചിരിക്കാനുണ്ടോ? പടത്തിൽ എടുത്തു പറയത്തൊക്കെ എടുത്തു പറയത്തൊക്കെ തമാശ എല്ലാം ഉണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് കാണാൻ അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് നല്ലതാണ്. സെക്കൻഡ് ഹാഫ് വെരി ഗുഡ്. പറയുമ്പോഴത്തേക്ക് മൊത്തത്തിലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു ഫെസ്റ്റിവൽ മൂഡാണ് പടത്തിന്. പിന്നെ മ്യൂസിക്കും പിന്നെ സ്ക്രിപ്റ്റും ഒക്കെ മോശമല്ല. സൂപ്പർ കാസ്റ്റ്, സൂപ്പർ ആക്ടിങ്, കോമഡി നന്നായിരുന്നു. കോമഡി എങ്ങനെയുണ്ട്? നല്ല ഫുൾ ഓൺ എന്റർടൈനിങ് ആയിരുന്നു. എല്ലാവരും അഭിനയമൊക്കെ അടിപൊളിയായിരുന്നു. സിനിമ കൊള്ളാം. കോമഡിയൊക്കെ കൊള്ളാം. എല്ലാവരും അഭിനയമൊക്കെ സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു അഭിനയം? എല്ലാം അഭിനയവും കൊള്ളാം, ആ സ്റ്റണ്ടുകൾ എല്ലാം സൂപ്പറായിരുന്നു. കുഴപ്പമില്ല, നല്ലൊരു കോമഡി എന്റർടൈനറാണ്. ഒരു ചെറിയ നമ്മുടെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊള്ളാം. പിന്നെ റഹ്മാൻ കൊള്ളാം. പിന്നെ ബാബു അണ്ണി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ ഒരു കോമഡി മൂവി. പക്ഷേ എന്നാൽ ആക്ഷൻ ഉണ്ട്, ത്രില്ലറുണ്ട്, സസ്പെൻസ് ഉണ്ട്, ട്വിസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, നന്നായിട്ടുണ്ട്. പിന്നെ പുതിയൊരു കൺസെപ്റ്റാണ്. ഒരു എല്ലാവരും കൂടെ ചേർന്ന് ഒരു കൺഫ്യൂഷൻ പോലെ നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. കോമഡി കൊള്ളാം, നല്ല കോമഡി, മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ആക്ഷൻ, ഫൈറ്റ് എല്ലാം കൊള്ളാം. നന്നായിട്ടുണ്ട്. യൂത്ത് വൈബുള്ള പടം, നല്ല പടം. നമുക്ക് 2.5 മണിക്കൂർ ഒരു സമയം പോകുന്ന അറിയത്തില്ല. വെരി ഗുഡ്. മോസ്റ്റ്ലി തോന്നുന്നത് ആ സ്റ്റോറി ലൈനിൽ ഒരു ഫ്രഷ്നസ് ഉണ്ട്. ഇതിനെ കാണാത്തൊരു സ്റ്റോറിയാണ്. എല്ലാവരും കൂടെ ജോയിന്റ് ആയിട്ട് യൂത്തിന്റെ ഒരു ജോയിന്റ് ആയിട്ട് ഒരു ഇതാണ്. ഫ്രണ്ട്ഷിപ്പിന് എംബസ് എടുക്കുന്ന ഒരു സബ്ജക്ട്. ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് ശരി കാണിച്ചത്. പിന്നെ ബാബു ആന്റണി അന്നേരം ലഭിച്ചത്. നരേന്റെ കോമഡി വെരി ഗുഡ്. നരേന്റെ കോമഡി വെരി ഗുഡ്. നരേൻ നല്ലൊരു വെൽക്കം മൂവിയാണ്. ഒരു യൂത്തിനല്ലാതെ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടും, ഫാമിലിക്ക് ഇഷ്ടപ്പെടും, യൂത്തിനും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റിയ നല്ലൊരു ഫാമിലി. കൊള്ളാം, വെരി ഗുഡ്. നല്ല ശരിക്കും. പിന്നെ ബൈജുവിന്റെ ക്യാരക്ടർ, വേറെ ബൈജുവിന്റെ ക്യാരക്ടർ അത് വളരെ റിഫ്രഷിങ്, നല്ലൊരു ക്യാരക്ടറാണ് ബൈജു. നല്ല കോമഡി, ബൈജുവിന്റെ കോമഡി. ഓക്കെ. കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. കോമഡി കൊള്ളാം.